ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ ഭാഗം. ഗരസേനരുടെ നാട്ടിൽ നിന്ന് ഈശോ മറുകരയെത്തുന്നു. അവിടെ വലിയ ജനക്കൂട്ടത്തിന് നടുവിലായിരിക്കുമ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായറോസ് വന്ന് മരിക്കാറായ തൻ്റെ കൊച്ചുമകളെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ഈശോ അയാളുടെ കൂടെ പോകും വഴി 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീ യേശുവിനെ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന വിശ്വാസത്തിൽ തൊടുകയും ആ നിമിഷത്തിൽ തന്നെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. സിനഗോഗ് അധികാരിയുടെ മകൾ മരിച്ചുവെന്ന വാർത്തയാണ് ആ സമയം കേൾക്കുന്നത്. ഈശോ സിനഗോഗ് അധികാരിയോട് വിശ്വസിക്കുവാൻ ആവശ്യപ്പെടുകയും അയാളുടെ വീട്ടിൽ ചെന്ന് മരിച്ച ബാലികയെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. ഇരട്ട അത്ഭുതങ്ങളാണ് നാം ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. ഈശോയിൽ ആഴമായി വിശ്വസിച്ച 2 പേരുടെ ജീവിതത്തിലാണ് 2 വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. ധ്യാന കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമായി നിരവധി അത്ഭുതങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നും സംഭവിക്കുന്നുണ്ട്. 6-7 മാസങ്ങൾക്ക് മുമ്പ് ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായ ഒരു നിരീശ്വരവാദിയോടുള്ള സംഭാഷണത്തിനിടയിൽ സഭയിൽ നടക്കുന്ന ഇത്തരം അത്ഭുതങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ, എനർജി ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് അത്തരം അത്ഭുതങ്ങൾ നടക്കുന്നതെന്നാണ്. വിശ്വാസമില്ലാത്തവർക്ക് എന്തിനേയും ഏതു രീതിയിലും വ്യാഖ്യാനിക്കാം. 1891 ലിയോ 13 പാപ്പ റേറും നൊവാറും എന്ന ചാക്രിക ലേഖനം എഴുതുന്നതുവരെ സഭയിൽ പുറപ്പെടുവിക്കപ്പെട്ട എല്ലാ ചാക്രിക ലേഖനങ്ങളും വിശ്വാസത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. സഭയ്ക്കും സഭാജീവിതത്തിനും അത്രമേൽ പ്രധാനപ്പെട്ടതാണ് വിശ്വാസവും വിശ്വാസ ജീവിതവും. കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കിയെന്ന് പറയുന്നത് പോലെയാണ് വിശ്വാസത്തെ ഇന്ന് പലപ്പോഴും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിശ്വാസം നോക്കണ്ട, ഹൃദയങ്ങൾ ചേരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയെന്നാണ് പുതുതലമുറ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കല്യാൺ ജ്വല്ലറിയുടെ ഒരു പരസ്യമുണ്ടായിരുന്നു. അതിൽ മെയിൻ ടാഗായി വന്നിരുന്ന വാചകം വിശ്വാസം അതല്ലേ എല്ലാം എന്നതായിരുന്നു. കൊച്ചി രൂപത ബിഷപ്പ് എമിരിറ്റസ് അഭിവന്യ ജോസഫ് കരളിപ്പിതാവ് ഈ ടാഗ് എടുത്ത് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, വിശ്വാസം അതല്ലേ എല്ലാം. എന്നിട്ട് ചോദിക്കും, വിശ്വാസം അത് ജ്വല്ലറിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? പ്രിയപ്പെട്ടവരെ, അതാണെല്ലാം. അത് തകരരുത്, തകർക്കരുത്.